ഇന്ന് ആൺകുട്ടികളെ ഡ്രസ്സ് ധരിക്കും, പെൺപിള്ളേർ ഡ്രസ്സ് ധരിക്കത്തില്ല. അതമ്മയ്ക്കൊരു വിഷമമുണ്ട്. ഉണ്ട്, നല്ല രീതിയിലുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ അങ്ങനെയൊന്നും നടക്കത്തില്ല. നടന്ന അവളെയൊക്കെ മുഴുവനെ അടിച്ച് പൊട്ടിക്കും. എനിക്ക് തോന്നുന്നു അത് ഇന്നത്തെ ദിവസം വനിതകൾക്കെല്ലാം ഒരു സന്ദേശം, ഒരു താക്കീതും കൂടെ ആണ്. എന്താണ് ഇന്നത്തെ പിള്ളേരോട് പറയാനുള്ളത്? ഇന്നത്തെ പിള്ളേരോട് അവർ നല്ല രീതിയിൽ ഡ്രസ്സും ധരിച്ച് നല്ല രീതിയിൽ അച്ഛനും അമ്മയെ അനുസരിച്ച് പഠിച്ച് ഓരോ ജോലികളും ഉണ്ടാക്കി പൂവാലന്മാരെ പിറക്കെ കറങ്ങി ചുറ്റാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്തൊരു മാനവ വീതിയാ, ഒരു വീതിയും പറയണ്ട, എല്ലാം മാനം കെട്ട വീതി തന്നെ. അത് മാനവീയം മാനം കെട്ട വീതിയാണെന്നാണ് അമ്മ പറയുന്നത്. ഏത് മന്ത്രി ഭരിച്ചാലും ആര് ഭരിച്ചാലും അവരവരുടെ കാര്യങ്ങൾ നടക്കും. നമ്മളെ പോലുള്ള പിച്ചക്കാർ എന്നും പിച്ചക്കാർ തന്നെയാണ്. അമ്മ പിച്ചക്കാരിയല്ല, കാശുണ്ട്. പിന്നെ അവരത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറയും. നമ്മളതൊന്നും വിശ്വസിക്കണ്ട. ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിനം എന്ന് പറയുമ്പോൾ അത് യുവത്വത്തിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, വാർദ്ധക്യത്തിലേക്ക് എത്തുന്നവർക്കും വനിതാ ദിനമുണ്ട് എന്ന ഒരു സന്ദേശം നൽകുകയാണ് രാജലക്ഷ്മി അമ്മ. രാജലക്ഷ്മി അമ്മ നമ്മുടെ തിരുവനന്തപുരം പാളയത്ത് കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ വന്നിട്ടുള്ള പലരും കണ്ടിട്ടുണ്ടാവും. അമ്മ ഇവിടെ ഇരുന്ന് വരുന്നവർക്കൊക്കെ എന്തെങ്കിലും ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള അങ്ങനെ ചെയ്തു കൊടുക്കുന്ന അമ്മയാണ്. നമുക്ക് അമ്മയോട് ചോദിക്കാം, അമ്മ എത്ര വയസ്സായി? 68ാമത്തെ വയസ്സ്. എത്ര നാളായി ഇവിടെ ഈ ജോലി ചെയ്യുന്നു? 16 വർഷമായി. അമ്മയുടെ ഉപജീവന മാർഗം അമ്മ ഇതിന്നല്ലേ കണ്ടെത്തുന്നത്? ഉപജീവന മാർഗവും ഉണ്ട്. നേരത്തെയൊക്കെ നല്ല എഴുത്തുണ്ടായിരുന്നു കെ സ്മാർട്ടിന് മുമ്പ്. എന്നാൽ ഇപ്പോഴും നമുക്ക് ജോലി ചെയ്താൽ കാശ് കിട്ടും. നമ്മളെ ഉപജീവനവും നടക്കും. 100 രൂപ നമുക്ക് അതിൽ മിച്ചവും വയ്ക്കാം. അത് ശരി. അത് സ്ത്രീകൾക്കൊരു പുതിയൊരു സന്ദേശമായിരിക്കും അല്ലേ? ഇരുന്ന് എഴുതണവർക്ക് വാനോളം കിട്ടിയാലും അവര് ഒന്നുമില്ല എന്ന പണ്ടേ ദാരിദ്ര്യം പറയുന്നവരാണ് ഇവിടെ ഇരുന്ന് എഴുതിയവരെല്ലാരും ഇപ്പോഴെഴുതുന്നവരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അമ്മ എങ്ങനെയാണ്? എനിക്ക് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും സന്തോഷമാണ്. എവിടെ ഇരുന്നാലും എനിക്കുള്ളത് കിട്ടും. എത്ര രൂപയുണ്ട് ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിൽ? ബാങ്ക് അക്കൗണ്ടൊക്കെ ഇച്ചിരി ഉണ്ട്. കാരണം ഉണ്ട്. ഞാൻ വിവാഹിതയല്ലല്ലോ. എൻ്റെ സഹോദരൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കണം. പിന്നെ എൻ്റെ വീട്, ഞാനൊരു ചെറിയ വീട് തട്ടിക്കൂട്ടി ഒരുപാട് കഷ്ടപ്പെട്ട്. പിന്നെ ഒരു പൈസയും കളയത്തില്ല. എല്ലാം കൊണ്ടും ഇങ്ങനെ അങ്ങ് അടഞ്ഞു പോകുന്നു. പിന്നെ അച്ഛൻ്റെയും അമ്മേടെയും ഒന്നും വാങ്ങിച്ചിട്ടില്ല. അച്ഛനും അമ്മയും സർവീസ് ഇരുന്നവരാണ്. അവരുടെ നിന്ന് 1 രൂപ പോലും ഞാൻ കൈപ്പറ്റിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെതായ ലെവലിൽ ഉണ്ടാക്കി ജീവിച്ചു പോകുന്നു. ഹാപ്പിയാണ്. എന്താണ് ഇന്നത്തെ പിള്ളേരോട് പറയാനുള്ളത്? ഇന്നത്തെ പിള്ളേരോട് അവർ നല്ല രീതിയിൽ ഡ്രസ്സും ധരിച്ച് നല്ല രീതിയിൽ അച്ഛനും അമ്മയെ അനുസരിച്ച് പഠിച്ച് ഓരോ ജോലികളും ഉണ്ടാക്കി പൂവാലന്മാരെ പിറക്കെ കറങ്ങി ചുറ്റാതെ ജീവിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ആൺകുട്ടികളെ ഡ്രസ്സ് ധരിക്കും, പെൺപിള്ളേർ ഡ്രസ്സ് ധരിക്കത്തില്ല. അതമ്മയ്ക്കൊരു വിഷമമുണ്ട്. ഉണ്ട്, നല്ല രീതിയിലുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിലുള്ള കുട്ടികൾ അങ്ങനെയൊന്നും നടക്കത്തില്ല. നടന്ന അവളെയൊക്കെ മുഴുവനെ അടിച്ച് പൊട്ടിക്കും. എനിക്ക് തോന്നുന്നു അത് ഇന്നത്തെ ദിവസം വനിതകൾക്കെല്ലാം ഒരു സന്ദേശം, ഒരു താക്കീതും കൂടെ ആണ്. പിന്നെ എന്തൊരു മാനവ വീതിയാ, ഒരു വീതിയും പറയണ്ട, എല്ലാം മാനം കെട്ട വീതി തന്നെ. അത് മാനവീയം മാനം കെട്ട വീതിയാണെന്നാണ് അമ്മ പറയുന്നത്. ഏത് മന്ത്രി ഭരിച്ചാലും ആര് ഭരിച്ചാലും അവരവരുടെ കാര്യങ്ങൾ നടക്കും. നമ്മളെ പോലുള്ള പിച്ചക്കാർ എന്നും പിച്ചക്കാർ തന്നെയാണ്. അമ്മ പിച്ചക്കാരിയല്ല, കാശുണ്ട്. പിന്നെ അവരത് ചെയ്യും ഇത് ചെയ്യുമെന്നൊക്കെ പറയും. നമ്മളതൊന്നും വിശ്വസിക്കണ്ട. നമ്മൾ അധ്വാനിച്ച് ജീവിക്കാനായിട്ട് മുൻപോട്ട് പോവുക. മന്ത്രി തരും, കൊച്ചമ്മ തരും എന്നൊന്നും പറഞ്ഞ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിക്കാൻ സന്നദ്ധരാണെങ്കിൽ നമുക്ക് എന്ത് ജോലി ചെയ്തും ജീവിക്കാം. പ്രായം തളർത്താത്ത കരുത്തിൻ്റെ, മനസാന്നിധ്യത്തിൻ്റെ, ആരുടെ മുന്നിലും തളരാത്ത, ആരുടെ മുന്നിലും തലകുനിക്കാത്ത. അത് ഞാൻ പറയാൻ കാരണമുണ്ട്. എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ ഒരു പൈസ പോലും വാങ്ങിച്ചില്ല, ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി എന്നാണ് ഈ അമ്മ പറയുന്നത്. അപ്പോൾ ആരുടെ മുന്നിലും ഒരു തുണി പോലും 16 വയസ്സിന് ശേഷം സ്വന്തമായി 10 രൂപ കയ്യിലെടുക്കാൻ തുടങ്ങിയ ശേഷം ഒരു ഡ്രസ്സ് പോലും അമ്മയുടെ അച്ഛൻ്റെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. ഇന്നത്തെ കാലത്ത് എന്തിനും ഏതിനും അച്ഛനെയും അമ്മയും, അതായത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന മക്കൾ ഒരുപാട് പേരുണ്ട് നമ്മുടെ ചുറ്റും. അച്ഛനമ്മമാർ ചെയ്തു കൊടുക്കേണ്ട എന്നല്ല, അവിടെ ശരിക്കും ഒരു എന്താ പറയുക, നമുക്കൊക്കെ ഒരു മാതൃകയാക്കാവുന്ന അമ്മയായി മാറുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് അഭിപ്രായങ്ങൾ അമ്മ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ വനിതാ ദിനത്തിൽ ഈ വനിതയ്ക്കാകട്ടെ നമ്മുടെ കരുത്താർന്ന സല്യൂട്ട്.